ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുന്നതിനാണ് മുഖ്യമന്ത്രി 2 ദിവസത്തേക്ക് ആലപ്പുഴയിലെത്തിയത്. ആദ്യ ദിനം ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. രാവിലെ 9:30 മണിയോടെ തന്റെ പത്രസമ്മേളനത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. പൗരത്വ ഭേദഗതി നിയമമടക്കം കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നിയമങ്ങൾ പരാമർശിക്കുക കൂടി ചെയ്യാതെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങിയത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പിന്നീട് ആദ്യ യോഗം നടന്നത് ചേർത്തലയിലെ പുത്തനമ്പലം മൈതാനത്തായിരുന്നു. 11 മണിയോടെ നടന്ന യോഗത്തിൽ കടുത്ത ചൂടിനെ അവഗണിച്ച് പതിനായിരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനെത്തിയത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന മൗനവും ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റിന് കാരണക്കാരായ കോൺഗ്രസിന്റെ നിലപാടുകളും ജനങ്ങളുമായി മുഖ്യമന്ത്രി പങ്കുവച്ചു. രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. ആ ഘട്ടത്തിലും ഇവരുടെ ശബ്ദം നാം കേട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഒരുപാട് നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായി. ആ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ എംപിമാരുടെ ഭാഗത്തു നിന്ന് ഒരു ശബ്ദവും നാം കേട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം 4:30 മണിയോടുകൂടിയായിരുന്നു ആലപ്പുഴയിലെ രണ്ടാമത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത്. ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് ആരിഫിനു വേണ്ടി മുഖ്യമന്ത്രി വോട്ട് അഭ്യർത്ഥിച്ചത്. അതിനുശേഷം നേരെ കായംകുളം മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രി സംസാരിക്കാനെത്തിയത്. അവിടെയും വൻ ജനാവലി മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ കാത്തുനിന്നിരുന്നു. കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് കൂടുതൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ഇല്ലാതിരുന്നതാണ് BJP കൊണ്ടുവന്ന പല ബില്ലുകൾക്കും പ്രതിഷേധം പോലും കാണാതെ പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ ഉയർന്നുവന്ന ഏക പ്രതിഷേധം ആരിഫിന്റേതായിരുന്നുവെന്നും അതിനിയും പാർലമെന്റിൽ മുഴങ്ങി കേൾക്കണമെന്നും അതിന് ജനങ്ങൾ ആരിഫിനെ വിജയിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരായ സജി ചെറിയാൻ, P. പ്രസാദ്, CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ, TJ ആഞ്ചലോസ്, CS സുജാത കൂടാതെ മണ്ഡലത്തിലെ MLA-മാരും ജനപ്രതിനിധികളും നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ആലപ്പുഴ.